ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവനെ അഡിക്റ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ പറ്റിയാണ്. എസ്പെഷ്യലി 5 പ്രധാനപ്പെട്ട ബിഹേവിയേഴ്സ്. ഈ ബിഹേവിയേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ അഡിക്റ്റഡ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തേത് മേക്ക് ഹിം ലോഫ് എന്നുള്ളതാണ്, അഥവാ അവനെ ചിരിപ്പിക്കുക. നിങ്ങൾ അവനുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും അവൻ അത് ആസ്വദിക്കുകയും എപ്പോഴും ഒരു ഗുഡ് ഫീൽ അല്ലെങ്കിൽ അവന് ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യേണ്ടത്. അവൻ്റെ മുഖത്ത് ഒരു സ്മൈൽ അല്ലെങ്കിൽ ഒരു ചിരി വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾക്ക് അവനോടുള്ളതെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ബിഹേവിയറാണ്. അവൻ അഡിക്റ്റ് ആവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഈ ഒരു ബിഹേവിയർ മാത്രം പോരാ, ഇനി ഞാൻ പറയാൻ പോകുന്ന ബിഹേവിയേഴ്സ് കൂടി ഉണ്ടെങ്കിൽ 100% ഷുവറാണ് അവൻ അഡിക്റ്റഡ് ആവും. ഇനി രണ്ടാമത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ബിഹേവിയർ എന്ന് പറയുന്നത് താങ്ക് ഹിം എന്നുള്ളതാണ്. അഥവാ അവൻ നിങ്ങൾക്ക് ചെറിയ സഹായമാണെങ്കിലും വലിയ സഹായമാണെങ്കിലും ചെയ്തു തരുമ്പോൾ അതിന് നന്ദി പറയുക, നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. അഥവാ ഇപ്പോൾ ഫിസിക്കലായിട്ടായിക്കോട്ടെ, ഒരു വാക്കുകൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിച്ചു തന്നുകൊണ്ടായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങൾക്ക് നല്ലത് വരുന്ന, നന്മ വരുന്ന എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആ വ്യക്തിയിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ, മേ ബി ചിലപ്പോൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു വാക്ക് ലഭിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, നിങ്ങൾ കൃതജ്ഞതയുള്ള വ്യക്തിയാണോ, ആ കൃതജ്ഞത എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയാണോ, കൂടുതൽ നന്ദി പറയുന്ന ആളാണോ എങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഹേവിയറാണ്. ആ ബിഹേവിയർ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വ്യക്തി അഡിക്റ്റ് ആവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് എൻകറേജ് ഹിം എന്നുള്ളതാണ്. അഥവാ അവനെ പ്രോത്സാഹിപ്പിക്കുക. അവന് ധാരാളം ആഗ്രഹങ്ങളുണ്ടായിരിക്കാം, സ്വപ്നങ്ങളുണ്ടായിരിക്കാം, ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ചെറിയൊരു പുഷ് കൊടുക്കുക. അഥവാ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന വാക്കുകൾ കൊണ്ടോ, ഇനി ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ, മാനസികമായിട്ടാണെങ്കിൽ അങ്ങനെ, ഫിസിക്കലി ആണെങ്കിൽ അങ്ങനെ, ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾ അവരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡ് ആവും എന്നുള്ളതാണ്. ഇത് നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് എന്നുള്ളത് അവരെപ്പോഴാണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അത്രത്തോളം ചിന്തിക്കത്തില്ല. നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് അകലേക്ക് താമസം മാറുമ്പോൾ, ജോലിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദൂരേക്ക് പോകുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പ്രസൻസ് ഒന്നും കിട്ടാതെ വരുമ്പോൾ അവർ വളരെയധികം മിസ് ചെയ്യുകയും നിങ്ങളെ ഓർക്കുകയും ചെയ്യും. ഇനി ഒന്നും വേണ്ട, ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫീലിംഗ് എലോൺ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞാൻ അവളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ സ്വാഭാവികമായിട്ടും അവൻ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന ഈ ഒരു 5 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ 3 ബിഹേവിയേഴ്സ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനി 2 എണ്ണം കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരമോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി 4ാമത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അവൻ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഹാൻസം ആണ് എന്നുള്ളത് നിങ്ങൾ അവനോട് ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ്. നമ്മൾ സ്കിന്നിൻ്റെ കളർ നോക്കിയിട്ടൊന്നുമല്ല ബ്യൂട്ടി അല്ലെങ്കിൽ ഹാൻസം നോക്കുന്നത്, അല്ലേ? അത്
ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പം നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലൂടെ ആ വ്യക്തിയെ കാണുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ഇമോഷൻസും ആ ഒരു സ്പാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. മാത്രമല്ല, നന്നായിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, എന്തെങ്കിലും സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ല ബുദ്ധിശക്തിയുള്ള, പഠിക്കാനൊക്കെ നല്ല മിടുക്കനാണെങ്കിൽ, അതല്ലെങ്കിൽ നല്ല ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനൊക്കെ ആണെങ്കിൽ ആ വ്യക്തി ഏത് ഫീൽഡിലാണെങ്കിലും ആ വ്യക്തിയെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ആ വ്യക്തിയുടെ ഗുണങ്ങൾ, സ്കില്ലുകൾ, ടാലൻസ് ഇതെല്ലാം അഭിനന്ദിക്കുക. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ഭംഗിയെക്കുറിച്ച് എടുത്തു പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കും. നിങ്ങളോട് ഒരു അഡിക്ഷൻ ആ വ്യക്തിക്ക് തോന്നും എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ബിഹേവിയർ എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നിച്ച് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ വഴക്കിടാതെ വളരെ സ്നേഹത്തോടു കൂടി പരസ്പരം ഇടപഴകി, അതുപോലെ തന്നെ നന്നായി സംസാരിച്ച്, എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ മെമ്മറി ആയിട്ട് നമുക്കുണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മളിൽ വളരെയധികം അഡിക്റ്റഡ് ആവും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മളിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളില്ലാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും, നിങ്ങളുണ്ടാവുന്ന സമയത്ത് ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എനിക്ക് അവൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്ന രീതിയിലൊക്കെ ആ വ്യക്തി ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വീഡിയോ കാണുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 5 പ്രധാനപ്പെട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ അഡിക്റ്റഡ് ആക്കാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വൺസ് അഗെയിൻ താങ്ക് യു. നമസ്തേ.